ഇത് സൂത മുളകിട്ടതാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഇങ്ങനെയാ ഉണ്ടാക്കുക നോക്കിയാലോ. എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് കേട്ടോ. അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കഷ്ണം ഇഞ്ചി, പച്ചമുളക്, തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് പെരിഞ്ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാത്തവര് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവേന്റെ പൊടിയും കൂടി ഇട്ട് പിന്നെ കുറച്ച് പുളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ചട്ടിയിലേക്ക് ആ അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മീൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ സൂതയാണ് എടുത്തത്. സൂത കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചാറിലേക്ക് നമ്മളെ സൂതക്കിട്ടന്മാരെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ മീനയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വേവട്ടെ. മീനിന്റെ ആ രുചിയൊക്കെ കറിയിൽ നന്നായിട്ട് വരട്ടെ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് മീനൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂതക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിലും ഒന്ന് വ്യത്യസ്തമല്ലേ. സാധാരണ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ പച്ചമുളക്, തക്കാളിയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പം അത് അധികവും ആൾക്കാർ മാറ്റിയിടുക ചെയ്യുക. ചിലരൊക്കെ അത് കൂട്ടി കഴിക്കും. എന്നാലും അധികം അതൊക്കെ ഇങ്ങനെ മാറ്റി പിഴിഞ്ഞു വെക്കും. ഇതാകുമ്പോൾ ഒന്നും ഒഴിവാക്കാല്ലേ, എല്ലാം നമ്മുടെ വയറ്റിലേക്ക് എത്തും ചെയ്യും. അപ്പം നല്ല അടിപൊളി സൂത മുളകിട്ടതും കൂട്ടിയിട്ട് ഞാനും ഊണ് കഴിക്കുകയാണേ. നല്ല വഴുതിനയും വെണ്ടയ്ക്കും കൂടി ഉപ്പേരിയും വെച്ചതുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഉള്ളി ഇതൊക്കെ വഴറ്റി ഉണ്ടാക്കി അത് വേറെ ടേസ്റ്റാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ല ടേസ്റ്റാണ്.